50 வாக்குகள் வரை திருவான்மியூர் உட்பட அனைத்து இடங்களிலுமே மாதிரி வாக்குப்பதிவாக நடைபெற்று முடிந்திருந்தது. இந்த நிலையில் திருவான்மியூர், மயிலாப்பூர் உள்ளிட்ட இடங்களில் எல்லாம் முக்கியமான தலைவர்கள். ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ തമിഴ്നാട്ടിലെ ഇലക്ഷൻ ആയിരുന്നു. തമിഴ്നാട് വീട് മുറ്റം ഉണ്ടല്ലോ, വിസിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിജയണ്ണൻ പറഞ്ഞു, നിങ്ങൾ എനിക്കാണ് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടല്ലോ വിസിൽ കോലം വരക്കണമെന്ന്. എല്ലാ അമ്മമാരും ഒക്കെ എന്താ പറയുക, തമിഴ്നാട് വീട് മുറ്റം മൊത്തം വിസിൽ കൊണ്ട് നിറഞ്ഞു ഗൈസ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബം, മക്കളെ എല്ലാവരും തിരിഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം പൊരുതി, അതിനെല്ലാം എതിരെ അതൊക്കെ ഞാൻ തീർത്തോളാം. നമുക്ക് നാട് നന്നാക്കാം, എൻ്റെ വീട്ടിലെ പ്രശ്നം നമ്മൾ നോക്കിക്കോളാം, നമുക്ക് നാട് നന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് രണ്ടും കൽപ്പിച്ച് ചങ്കൂറ്റത്തോടുകൂടി നിന്നു. എല്ലാ അമ്മമാരും കുടുംബം അടച്ച് വിജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് മിക്കവാറും വിജയ് തൂക്കാനാണ് മക്കളെ സാധ്യത. നമ്മുടെ അണ്ണൻ തൂക്കും. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എനിക്കാണ് വോട്ട് തരുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ വൈറ്റ് കളർ ഷർട്ടും അതല്ല ബ്രൗൺ കളറ് പാൻറ്റും ഇട്ടിട്ട് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എല്ലാവരും കരുതിയത് പസങ്ങളൊക്കെ ആയിരിക്കും, അതായത് ഫാൻസ്, കുട്ടികൾ ഒക്കെ ആയിരിക്കും വിജയുടെ വാക്ക് കേട്ടിട്ട് വോട്ട് ചെയ്യാനായിട്ട് വൈറ്റും ബ്രൗണും ഇട്ടിട്ട് വരുമെന്ന്. സിനിമാ ലോകത്തുള്ളവർ പോലും അതേ കളറിൽ വന്നപ്പോഴാണ് കേട്ടോ എല്ലാവരും ഞെട്ടിട്ടുണ്ടാവുക. നമ്മുടെ വിക്രം ആണെങ്കിലും കാളിദാസ് ജയറാം ആണെങ്കിലും പിന്നെ അതുപോലെ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ, ഐശ്വര്യ രജനീകാന്ത് വരെ വൈറ്റ് ഇട്ടിട്ടാണ് വന്നത്. എന്നിട്ടും കാണിക്കുകയും ചെയ്തു. നമ്മുടെ തൃഷ പിന്നെ അറിയാലോ വിജയിക്കണുള്ളൂ. തൃഷ വൈറ്റ് അല്ല ഇട്ടത്, പക്ഷേ ഗില്ലിയിലെ പാട്ടൊക്കെ വെച്ചിട്ട് ലിയോയിലെ പാട്ടൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി വോട്ട് ചെയ്തു എന്ന് എല്ലാവരെയും കാണിച്ചത്. 2021 76.6% വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. 2026 എത്തിയപ്പോൾ 84.6% അത് ഉയർന്നിട്ടുണ്ട്. അതായത് ഒരു 8% വോട്ടിൻ്റെ കൂടി. തീർച്ചയായിട്ടും ആ ഒരു 8% വിജയിക്കുള്ളതായിരിക്കില്ലേ. 8% അല്ല, ഈ തവണത്തെ വോട്ടിങ് കൂടുതലാണ്. കഴിഞ്ഞ തവണത്തെക്കാളും 8% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള വോട്ടിങ്ങാണ് നടന്നിരിക്കുന്നത്. വെളുപ്പിന് 3 മണി മുതൽ വോട്ടിംഗ് ബൂത്തിലൊക്കെ ആൾക്കാർ ക്യൂ വന്ന് നിൽക്കായിരുന്നു. കാരണം അത്രത്തോളം തിരക്കുകൾ. ബസ്സുകളില്ല. 8 മണി വരെയൊക്കെ ബസ്സുകൾ നീട്ടിക്കൊടുക്കണം, ബസ്സിലല്ല വോട്ടിങ്ങിൻ്റെ ടൈം നീട്ടിക്കൊടുക്കണം എന്നൊക്കെ റിക്വസ്റ്റുമായിട്ട് വിജയ് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ദൂരത്ത് നിന്ന്, അതായത് അവിടെ ഇല്ലാത്തവർ പോലും പല തിരക്കിലും പെട്ട് അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ പോലും വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിജയ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് നടന്നില്ല. പക്ഷേ എന്തായാലും തമിഴ്നാട് മൊത്തം ബ്ലോക്കായിരുന്നു, ബസ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ ഒരു വർഷം കാണാത്ത രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും നമ്മുടെ വിജയണ്ണനായിരിക്കില്ലേ, ആയിരിക്കും, അക്കാലത്ത് സംശയമൊന്നുമില്ല. ഇത്രയധികം സിനിമാ താരങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. അതും അവരൊക്കെ വന്നിരിക്കുന്നത് വൈറ്റും ക്രീമും ഇട്ടിട്ട്. എന്നിട്ട് വിജയിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കയ്യിൽ വോട്ട് ചെയ്തതൊക്കെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ വോട്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് കൊതിയാണ് വോട്ട് ചെയ്യാൻ, ഞാൻ വോട്ട് ചെയ്തില്ല. തമിഴ്നാട് മുറ്റം മൊത്തം വിസിലോടെ നിറഞ്ഞു. വിജയുടെ ചിഹ്നം വിസിലാണല്ലോ. അപ്പോൾ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട് മുറ്റത്ത് അതിരാവിലെ കോലം വരക്കുമ്പോൾ വിസിൽ വരക്കണം എന്ന്. വിജയ് ഒരു പക്ഷേ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും, എന്നെ സപ്പോർട്ട് എത്ര കിട്ടും, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. സിനിമാ ലോകവും തമിഴ്നാടും മൊത്തം ഞെട്ടിയിരിക്കുക. എല്ലാ വീടിൻ്റെ മുറ്റത്തും വിസിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് മൊത്തം വിസിൽ കൊണ്ടുള്ള ആറാട്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും വൈറ്റ് കളർ ഷർട്ടും ബ്രൗൺ പാൻറ്റും. സിനിമാ ലോകത്ത് നിന്ന് അനിരുദ്ധ്, ജയ്, കാളിദാസ് ജയറാം, സിബിരാജിൻ്റെ ഫാമിലിയൊക്കെ വിജയ്ക്ക് എതിരാണ്. പക്ഷേ മകൻ സിബിരാജ് വന്നിട്ട് വിജയ്ക്ക് വോട്ട് ചെയ്തു. ആ സെയിം കളർ ഡ്രസ്സിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പഴയ നടന്മാരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വന്ന് വിജയിനെ സപ്പോർട്ട് ചെയ്തു. വിജയ് പറഞ്ഞ അതേ ഡ്രസ് കോഡിൽ അതേ കളറിൽ വന്നിട്ട് വോട്ട് ചെയ്തു. എന്നാൽ ഒരുപക്ഷെ വിജയുടെ വീട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും വിജയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ നാട് മൊത്തം വിജയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. വിജയ് പറയുന്ന അനുസരിച്ചുള്ള ഡ്രസ് കോഡിൽ വിജയ് പറയുന്ന രീതിയിൽ വന്ന് വോട്ട് ചെയ്തു പോയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വിജയ് ജയിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. തമിഴ്നാട് ഭൂരിപക്ഷ വോട്ടോട് കൂടിയിട്ടായിരിക്കും വിജയ് വിജയിക്കുക. പിന്നെ ഫാമിലി പ്രശ്നം കോർട്ടിൽ കേസ് കൊടുത്തിട്ട് എത്ര 50 കോടി എന്തോ വിജയ് തരാമെന്ന് പറഞ്ഞു. 50-30 എന്തോ കോടി ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഭാര്യ 250 കോടി സംതിങ് എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഇതൊക്കെ നടക്കുന്നു. അത് അവരുടെ ഫാമിലി പ്രശ്നം അവരെ തീർക്കട്ടെ. ഇപ്പോൾ പലരും ചോദിക്കും, വീട്ടിലെ പ്രശ്നം തീർക്കാത്തവരാണോ നാട്ടിലെ പ്രശ്നം തീർക്കാൻ നടക്കുന്നത്?
നമ്മളതൊന്നും നോക്കണ്ട. അതെന്താ വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ജനനായകൻ ഇറങ്ങിയിട്ടില്ല. ജനനായകൻ്റെ ഇത് ലീക്കായിട്ടുണ്ട്. പക്ഷെ അത് പിടിച്ച് അതെന്ത് ഇനിയിപ്പോൾ ജനനായകൻ ഇറങ്ങോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും പോലും ഇനി വിജയുടെ അവസാന പടമാണ് ജനനായകൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിജയ് ഇനി ഒരു പടത്തിലും കൂടി അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനനായകൻ ഇങ്ങനെ ആയല്ലോ. അപ്പം ഇനി ഒരു പടത്തിലും കൂടി വിജയ് അഭിനയിക്കുമായിരിക്കും. നമുക്ക് നോക്കാം. അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. തൃഷ വിജയ് ഒന്നും ചേരൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ലൈഫ്. അത് സിനിമക്ക് അപ്പുറമുള്ള അവരുടെ ലൈഫാണ്. അത് അവർ എങ്ങനെ വേണമെങ്കിലും അവർ കൊണ്ടുപോട്ടെ. നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ട. പക്ഷേ വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കും എന്നറിയാൻ ആകാംക്ഷപൂർവ്വമാണ് തമിഴ്നാട് കാത്തിരിക്കുന്നത്. നമുക്കും കാത്തിരുന്ന് കാണാം. അതുപോലെയുള്ള ആരെങ്കിലൊക്കെ നമ്മുടെ ഇവിടെയും വരട്ടെ. എന്തായാലും എല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ് ഇതാ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്. പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദാ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയോ? അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്ര എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്ര നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട. ദാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്നും പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും.
കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബ ബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു, അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. ഈ സ്റ്റോൺ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും